നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയാത്ത ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് എയ്ഡ് കേട്ടോ, ഫസ്റ്റ് എയ്ഡ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്കിലും ടോപ്പിക്സ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ നിന്നുള്ള വൺ ലൈനേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാഫ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയാത്ത ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. സോ മാക്സിമം അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഫസ്റ്റ് എയ്ഡ് കേട്ടോ, ഫസ്റ്റ് എയ്ഡ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം ഫസ്റ്റ് എയ്ഡിന്റെ വൺ ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിയില്ല. ഇതിന്റെ ബാക്കി വൺ ലൈനേഴ്സ്, അതായത് ഫസ്റ്റ് എയ്ഡിൽ നിന്നുള്ള ബാക്കി ടോപ്പിക്സ് നമ്മൾ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ നിന്നുള്ള വൺ ലൈനേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ വീഡിയോസ് കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് അതിന്റെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കൃത്യമായിട്ട് നേരത്തെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ JPHN എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് നഴ്സ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അപ്പം ഇതിന്റെ എല്ലാ ക്ലാസ്സസ് നമുക്ക് എജൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. JPHന്റെ റിവിഷൻ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബാച്ചും ഇപ്പം അഡ്മിഷൻ നടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് എയ്ഡ് നമുക്കെല്ലാം അറിയാം അല്ലേ. ഫസ്റ്റ് എയ്ഡ് ഇസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു ആൻ ഇൻജേർഡ് or ill person before medical help arrives. അതായത് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കെയർ കിട്ടുന്നതിന് മുന്നേ അവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട്, നമ്മുടെ പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇതില് ഫസ്റ്റ് എയ്ഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടെർമിനോളജീസ് ഉണ്ട് അല്ലേ. അതിൽ ഒന്നാമതായിട്ട് ABC. സോ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ എന്തൊക്കെയാണ്? എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ അല്ലേ. എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ ആണ് ഈ ഫസ്റ്റ് എയ്ഡിലെ ABC എന്ന് നമ്മൾ പറയുന്നത്. അതുകൂടാതെ ഓൾവേസ് എൻഷുർ സീൻ സേഫ്റ്റി ബിഫോർ അപ്രോച്ചിങ് ദ കാഷ്വാലിറ്റി. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിക്കൽ കെയർ സീക്ക് ചെയ്ത് കൊണ്ട് കിടക്കുന്ന പേഷ്യന്റ് ആണ് ഈ കാഷ്വാലിറ്റി എന്ന് പറയുക. അപ്പൊ നമ്മൾ ഈ കാഷ്വാലിറ്റിയുടെ അടുത്ത് പോകുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സീൻ സേഫ്റ്റി, അതായത് ആ സീൻ സേഫ് ആണോ, ഈവൻ ആ പേഷ്യന്റിനും നമ്മൾക്ക് സേഫ് ആണോ എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പേഷ്യന്റ് അടുത്തേക്ക് പോവുക. നെക്സ്റ്റ്, റിക്കവറി പൊസിഷൻ ഇസ് യൂസ്ഡ് വെൻ ദ കാഷ്വാലിറ്റി ഇസ് ബ്രീതിങ് ബട്ട് അൺകോൺഷ്യസ്. അതായത് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ് കേട്ടോ. അൺകോൺഷ്യസ് ആണ് എങ്കിൽ നിങ്ങൾ ഏത് പൊസിഷൻ കൊടുക്കും? റിക്കവറി പൊസിഷൻ കൊടുക്കും. അതാണ് ഈ പേഷ്യന്റ് ഇമേജിൽ കാണുന്നത് റിക്കവറി പൊസിഷനിലുള്ള പേഷ്യന്റ് ആണ്. എന്തിനാണ് നമ്മൾ റിക്കവറി പൊസിഷൻ കൊടുക്കുക? പേഷ്യന്റ് പ്രത്യേകിച്ച് അതായത് സെക്രീഷൻസ്, ഓറൽ സെക്രീഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. സോ ഈ ഓറൽ സെക്രീഷൻസ് നമ്മുടെ ലങ്സിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ സാധാരണ എന്തിനാണ് ഈ റിക്കവറി പൊസിഷൻ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുക അല്ലെ. നെക്സ്റ്റ്, CPR is used when a person has no pulse and is not breathing. പേഷ്യന്റിന് പൾസ് ഇല്ല, പേഷ്യന്റിന് ബ്രീതിങ് ഇല്ല. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? CPR ആണ് കൊടുക്കുക അല്ലെ. CPR എന്ന് പറഞ്ഞാൽ അറിയാലോ, കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ അല്ലെ. ഹാർട്ടിനെയും നമ്മുടെ ലങ്സിനെയും റീസസിറ്റേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീജുവനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് CPR എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് CPRലെ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ ഇൻ അഡൾട്ട് CPR അല്ലെ. അഡൾട്ട് CPRല് കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ വരുന്നത് 30:2 ആണ്. അപ്പം ഈ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ 30:2 ആ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ ഇൻ ചൈൽഡ് CPR കേട്ടോ. ചൈൽഡ് CPRല് അവിടെ ആക്ച്വലി റെസ്ക്യൂവർ അനുസരിച്ച് മാറിയിരിക്കും കേട്ടോ. അതായത് ഒറ്റ സിംഗിൾ റെസ്ക്യൂവർ ആണെങ്കിൽ 30:2 ആണ്, രണ്ട് റെസ്ക്യൂവേഴ്സ് ആണെങ്കിൽ 15:2 ആണ് ചൈൽഡിൽ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ എന്ന് ഓർക്കാം. നെക്സ്റ്റ്, കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ ന്യൂ ബോൺ കേട്ടോ. ന്യൂ ബോൺ CPRലാണെങ്കിൽ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3:1 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ചെസ്റ്റ് കംപ്രഷൻ ഷുഡ് ബി അറ്റ് റേറ്റ് ഓഫ് 100 to 120 per minute കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന ചെസ്റ്റ് കംപ്രഷൻ അതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്? 100 to 120 per minute. നെക്സ്റ്റ് അറിയാലോ AED. AED നമ്മൾ സാധാരണ CPRൽ ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് വരുന്നതാണ്, അറിയാമല്ലോ AED. അപ്പൊ എന്താണ് AED? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ കേട്ടോ. AED സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമേറ്റഡ്
external defibrillator. Next, burns-നെ കുറിച്ചാണ്. Thermal burns are the most common type of burns അല്ലേ? നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ബേൺസ് ഏതാണ്? തെർമൽ ബേൺസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് ഡിഗ്രി ബേൺസ്. ആക്ച്വലി നമ്മൾ ഇതിനെ വീണ്ടും ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ബേൺസിന്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഇൻവോൾവ് ഓൺലി ദ എപ്പിഡെർമിസ്, നമ്മുടെ ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ് ആണ് ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഇൻവോൾവ് ആവുക. സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണെങ്കിലോ എപ്പിഡെർമിസും കൂടാതെ പാർട്ട് ഓഫ് ഡെർമിസ് കേട്ടോ. എപ്പിഡെർമിസും പാർട്ട് ഓഫ് ഡെർമിസും ആണ് സെക്കൻഡ് ഡിഗ്രി ബേൺസിൽ അഫക്ട് ആവുക. തേർഡ് ഡിഗ്രി ബേൺസിന് നമ്മൾ വേറൊരു പേരുണ്ട്, ഫുൾ തിക്നെസ് ബേൺസ് അല്ലെ. തേർഡ് ഡിഗ്രി ബേൺസിന് വേറൊരു പേരെന്താണ്? ഫുൾ തിക്നെസ് ബേൺസ് ആണ്. എവിടെയൊക്കെ ഇൻവോൾവ് ആവുക? എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് എക്സ്റ്റെൻഡ് ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ കേട്ടോ. എപ്പിഡെർമിസ്, ഡെർമിസ് കൂടാതെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ വരെ ഇൻവോൾവ് ആവുന്നതാണ് തേർഡ് ഡിഗ്രി ബേൺസ് അല്ലെങ്കിൽ ഫുൾ തിക്നെസ് ബേൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ഡിഗ്രി ബേൺസ് എക്സ്റ്റെൻഡ് ടു മസിൽ, ബോൺ ഓർ ഡീപ്പർ സ്ട്രക്ചേഴ്സ് അല്ലെ. ഫോർത്ത് ഡിഗ്രി ബേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മസിൽ വരെയും ബോൺ വരെയും അല്ലെങ്കിൽ ഡീപ്പർ സ്ട്രക്ചേഴ്സ് വരെയൊക്കെ എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. നെക്സ്റ്റ് രണ്ട് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റബോളിക് ആസ്ഫിക്സിയേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ് ഓർ സയനൈഡ് പോയിസണിങ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ സയനൈഡ് പോയിസണിങ്ങിലാണ് എന്താ മെറ്റബോളിക് ആസ്ഫിക്സിയേഷൻ ഉണ്ടാവുക. ഇമ്പോർട്ടന്റ് ആണ്. മെറ്റബോളിക് ആസ്ഫിക്സിയേഷൻ ഉണ്ടാവുക എപ്പോഴാണ്? കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ സയനൈഡ് പോയിസണിങ്ങിലാണ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ബേൺസ് ഇഞ്ചുറീസ് ഷോ ഐസ്ബർഗ് ഇഫക്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഐസ്ബർഗ് ഫിനോമിനൻ പഠിക്കും അല്ലെ. അതുപോലെ നമ്മുടെ ബേൺസിൽ ഇലക്ട്രിക്കൽ ബേൺ ഇഞ്ചുറീസ് ആണെങ്കിൽ എന്ത് കാണിക്കും? ഐസ്ബർഗ് ഇഫക്ട്. എന്താണ് ഐസ്ബർഗ് ഇഫക്ട്? നമ്മൾ ജസ്റ്റ് ഇലക്ട്രിക്കൽ ഇഞ്ചുറി വന്ന ഒരു പേഷ്യന്റ്, ഇലക്ട്രിക്കൽ ബേൺ ഇഞ്ചുറി വന്ന ഒരു പേഷ്യന്റ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് നമുക്ക് പുറമേ കാണാനായിട്ട് കാര്യങ്ങളൊന്നും കാണത്തില്ല, പക്ഷേ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് അവിടെ അഫക്റ്റ് ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രിക്കൽ ബേൺ ഇഞ്ചുറീസ് ഷോ എന്താണ്? ഐസ്ബർഗ് ഇഫക്ട് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് റൂൾ ഓഫ് 9 is used to estimate the percentage of TBSA, അതായത് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ്. പ്രത്യേകിച്ച് നമ്മൾ അഡൽട്സിൽ യൂസ് ചെയ്യുന്നതാണ് റൂൾ ഓഫ് 9 എന്ന് പറയുക. അതേസമയം ലണ്ടൻ ബ്രോഡർ ചാർട്ട് ആണെങ്കിലോ ലണ്ടൻ ബ്രോഡർ ചാർട്ട് ഇസ് യൂസ് ടു അസസ് ബേൺ ഏരിയ ഇൻ ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ കേട്ടോ. ഇൻഫന്റ്സിലും ചിൽഡ്രനിലും ബേൺ ഏരിയയുടെ എന്താണ് ബേൺ ഏരിയയുടെ പെർസെന്റേജ് അസസ് ചെയ്യാനായിട്ട് നമ്മൾ ലണ്ടൻ ബ്രൗഡർ ചാർട്ട് യൂസ് ചെയ്യും. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, അതിൽ ഓൺലൈൻ ആണ്. മയോഗ്ലോബിൻ യൂറിയ ആൻഡ് ഹീമോഗ്ലോബിൻ യൂറിയ ആഫ്റ്റർ ഇലക്ട്രിക്കൽ ബേൺസ് ക്യാൻ കോസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതായത് ഇലക്ട്രിക്കൽ ബേൺസ് കഴിഞ്ഞതിന് ശേഷം കിഡ്നി ഇഞ്ചുറി, അതായത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാകാൻ കാരണക്കാരൊക്കെയാണ്? മയോഗ്ലോബിൻ യൂറിയയും കൂടാതെ ഹീമോഗ്ലോബിൻ യൂറിയയാണ് ഇലക്ട്രിക്കൽ ബേൺസ് കഴിയുമ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള കാരണക്കാർ കേട്ടോ. നെക്സ്റ്റ് തേർഡ് സ്പേസിംഗ് ഇൻ ബേൺസ് ലീഡ്സ് ടു എഡിമ, fluid flows from vascular to interstitial space. അതായത് ബേൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയും അല്ലെ, ഈ തേർഡ് സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ തേർഡ് സ്പേസിംഗ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഈ അവിടെ എഡിമ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്ലൂയിഡ് ഷിഫ്റ്റ് എവിടെ നിന്നാണ് നടക്കുക? ഈ വാസ്കുലാർ സ്പേസ്, അതായത് ഇൻട്രാ വാസ്കുലാർ സ്പേസിൽ നിന്ന് നമ്മുടെ ബ്ലഡ് ഫ്ലോയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻട്രാ വാസ്കുലർ സ്പേസിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഫ്ലൂയിഡ്സ് എക്സ്ട്രാ വെസേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തേർഡ് സ്പേസിംഗ് ഉണ്ടാവുക. നെക്സ്റ്റ് എയിം ഫോർ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു ബേൺ ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് എയിം ചെയ്യുന്ന എത്രയാണ്? മോർ ദാൻ ഓർ ഈക്വൽ ടു 0.5 ml per kg per hour in adults. അഡൽട്സിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 0.5 ml per kg per hour ആണ്. നെക്സ്റ്റ് സ്ട്രെയിൻ ഈസ് എ സ്ട്രെച്ചിങ് ഓർ ടിയറിംഗ് ഓഫ് ദ ലിഗമെന്റ്സ്. ലിഗമെന്റ്സിന്റെ സ്ട്രെച്ചിങ് ടിയറിംഗ് ആണ് നമ്മൾ എന്ത് പറയുക? സ്ട്രെയിൻ എന്ന് പറയുക. അതേസമയം എന്താണ് സ്ട്രെയിൻ എന്ന് പറയുക? സ്ട്രെച്ചിങ് ഓർ ടിയറിംഗ് ഓഫ് ദ മസിൽസ് ഓർ ടെൻഡൻസ്. നമ്മുടെ മസിൽസിന്റെയോ ടെൻഡൻസിന്റെയോ സ്ട്രെച്ചിങ്ങും ടിയറിംഗ് ആണ് നമ്മൾ എന്ത് പറയുക? സ്ട്രെയിൻ എന്ന് പറയുക. അപ്പൊ സ്ട്രെയിൻ സ്ട്രെച്ചിങ് ഓർ ടിയറിംഗ് ഓഫ് ദ ലിഗമെന്റ്സ് ആണ്. സ്ട്രെയിൻ എന്താണ്? stretching or tearing of the muscles or tendon. Then apply RICE for sprains. നമ്മൾ സ്പ്രെയിൻസിന് എന്ത് കൊടുക്കാനാണ് പറയാ? റൈസ് അല്ലേ? റൈസ്. R stands for rest, I for eyes, C for compression and E for elevation. കേട്ടോ, അതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതി നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 25 വൺ ലൈനേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ വൺ ലൈനർ സെഷന്റെ ഈ ക്ലാസിന്റെ ഒരു സജഷൻസ് കൂടെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ക്ലാസിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് വേണം എന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.